Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഹീറോയെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും അവന്റെ ഫ്രണ്ട്സും അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവരോട് ദേഷ്യപ്പെടും, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? അതിന് അവർ പറയും, നിനക്കൊരു തുണയായി നിന്നെ ഹെൽപ്പ് ചെയ്യാനും നിന്നോടൊപ്പം ചേർന്ന് ആ വില്ലനെ പിടിക്കാനുമാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. ഹീറോയ്ക്കാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ഡബോറയും ആൽഫാർ വണ്ണും അവർ രണ്ടുപേരും വലിയ പവർഫുള്ളായ വില്ലന്മാരാണ്. അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അവന്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയം അത് ഇസുക്കിന് കൂടി വരും. മാത്രമല്ല, ഇസുക്ക് ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് മാറില്ല. ഇപ്പൊ 4th 6th 1/4 പവർ യൂസേഴ്സിന്റെ ആ ഒരു പവറും കൂടെ അവർ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ട് മാറാനായി ഹീറോ ആണെങ്കിൽ 6th ക്വിക്സ് പവർ അതുപയോഗിച്ച് അവിടെ മുഴുവൻ അങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അവർക്കാണെങ്കിൽ ഇപ്പൊ ചുറ്റുമുള്ള വിഷൻ അത് നഷ്ടപ്പെടും. കാര്യം മനസ്സിലാവും. അവനാണെങ്കിൽ വലിയൊരു ബ്ലാസ്റ്റ് ഉപയോഗിച്ച് ഇപ്പൊ ഫോഗ് അങ്ങനെ അവിടെ നിന്ന് നീക്കി കളയാണ്. കച്ചാ പയ്യൻ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും, നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പറയും. ഉടനെ കോടാ പയ്യൻ ബേർഡ്സുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഹീറോയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവന്റെ ബ്ലാക്ക് വെബ് ഉപയോഗിച്ച് അവറ്റകളെ ആട്ടിപ്പായിക്കും. ഇപ്പൊ വെച്ച് അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ അതെല്ലാം തട്ടിമാറ്റി മുൻപോട്ടേക്ക് പോവാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സുകളെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം. അവൻ കാരണം അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധം അതവനുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടുന്ന് കടന്നുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ടെയിൽ ഉപയോഗിച്ച് ഇപ്പൊ ഹീറോയെ ലോക്ക് ചെയ്യും. നീ ഞങ്ങളോടൊപ്പം വന്നേ പറ്റൂ. അതിന് ഹീറോ പറയും, ഞാൻ നിങ്ങളോടൊപ്പം ഇരുന്ന ആ വില്ലന്മാരെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വാലങ്ങനെ അഴിച്ചു മാറ്റുകയാണ്. ആ സമയത്ത് ടൊക്കയാമി ആണെങ്കിൽ പഞ്ച് ചെയ്ത് അടുത്തുണ്ടായിരുന്ന ബിൽഡിങ്ങിലേക്ക് ഹീറോയെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. മോമോ, കാമിനാരി അവരെല്ലാവരും അവരുടെ പവർ ഉപയോഗിച്ച് അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ദയവ് ചെയ്ത് നീ പറയുന്നത് കേൾക്ക്. 1/4 പവർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിന്നെപ്പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയും. പക്ഷെ ഹീറോ ആണെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവില്ല. ഉടനെ വേറെ 3 പേരാണെങ്കിൽ അവനെ റൗണ്ട് ചെയ്ത് പിടിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവരെ 3 പേരെയും തട്ടിത്തെറിപ്പിച്ച് മുകളിലേക്ക് അങ്ങനെ പറന്നു പോകും. ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. അവന് നന്നായിട്ടറിയാം അവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവരിതെല്ലാം കാണിച്ചു കൂട്ടുന്നതെന്ന്. പക്ഷെ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ച അവരുടെ ജീവൻ അപകടത്തിലാവുന്ന ഹീറോയ്ക്ക് അറിയാം. ആ തിരിച്ചറിവ് കൊണ്ട് തന്നെ ഹീറോ എല്ലാം മനസ്സിലാക്കി ഇവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവിടെ മാസ്ക് ആണെങ്കിൽ ഇളകി താഴെ വീഴും. അവനാണെങ്കിൽ അതുപോലും എടുക്കാൻ നിൽക്കാതെ അങ്ങനെ പറന്നുയരുകയാണ്. ആ സമയത്ത് അവനൊരു ഐസിൽ പോയി അങ്ങനെ ഇടിച്ചു നിൽക്കും. അത് മറ്റാരും ക്രിയേറ്റ് ചെയ്തതല്ല, സാക്ഷാൽ ടോഡ്രോക്കി. ടോഡ്രോക്കി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. നീ ഒറ്റയ്ക്ക് ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് പാടില്ല. പ്രൊഫി ആണെങ്കിൽ അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരേ ഫ്രണ്ട്സാണ്. നീ ഇതിനു മുൻപ് ഞങ്ങളെ പലരെയും പലവട്ടം നിന്നെ കൊണ്ടാവുന്നത് പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിടും. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ അവിടെ അനങ്ങാൻ പോലും കഴിയില്ല. എൻഡവർ ആണെങ്കിൽ അവിടേക്ക് വരുന്നത് കണ്ട കരീഷ്മയാണെങ്കിൽ എൻഡവറിനോട് പറയും, ടോഡ്രോക്കും കച്ചാപ്പയ്യനും ഞങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോ ഇസുക്ക് പയ്യനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. 1/4 പവറിനും ഒന്നും തന്നെ സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയും. എൻഡവർ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവരോട് പറയും, ഓക്സിനെ പോലെ നിങ്ങളും വളരെ കെയർഫുള്ളായി വിജിലന്റ് ആയിട്ടിരിക്കണം. ഈ സിറ്റി മുഴുവൻ നിങ്ങളുടെ സൂപ്പർവിഷനിലായിരിക്കണം. ഒരു വില്ലന്മാർ പോലും ഇവിടേക്ക് വരാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ തരണം. ഓക്സ് ആണെങ്കിൽ എൻഡവറിനെ കോൺടാക്ട് ചെയ്ത് ജീനിയസിനെ ഉപയോഗിച്ച് ഇത് മുഴുവൻ നമുക്ക് ക്ലിയർ ചെയ്യാന്ന് പറയും. അതിന് എൻഡവർ പറയും, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കരീഷ്മയാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് പോവാണ്. ഇവിടെ ടോഡ്രോക്കെ ആണെങ്കിൽ ഒരുപാട് ശ്രമിക്കും അവനെ കൺവീൻസ് ചെയ്യാനായിട്ട്. പക്ഷെ ഹീറോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇവരെല്ലാവരും ഇവിടേക്ക് വന്നു കഴിഞ്ഞ് US സ്കൂളിലേക്ക് ഒരുപക്ഷെ ആ വില്ലന്മാർ വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഇവനെയും നിർബന്ധിച്ച് ആ US സ്കൂളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർക്കും വലിയ അപകടമായി മാറും. ടോഡ്രോക്കെ ആണെങ്കിൽ അവനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് നീ പറയുന്നത് കേൾക്ക്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് US സ്കൂളിലേക്ക് പോവാം. അവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ആ വില്ലനുമായിട്ട് പോരാടാം. അതിനവൻ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ US സ്കൂളിലേക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അത് വലിയൊരു ലൈഫ് ത്രെഡായി മാറും. ആ വില്ലന്മാരുടെ ലക്ഷ്യം ഞാനാണ്. എന്റെ ഉള്ളിലെ ആ 1/4 പവറാണ്. 1/4ന്റെയും ആൽഫാർ 1ന്റെ ഇടയിലുള്ള ഫൈറ്റ് ആണ്. നിങ്ങൾ ആരും അതിന്റെ ഇടയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ടോഡ്രോക്കയുടെ ഐസെല്ലാം ബ്രേക്ക് ചെയ്ത് മുൻപോട്ടേക്ക് പോകും. സമയം മിനട്ടോ ആണെങ്കിൽ അവന്റെ ബോംബുകൾ കണക്ട് ചെയ്ത് ഹീറോയെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ ഹീറോ ആണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെട്ട് മാറും. ഉടനെ ഉറാറൊക്കെ ആണെങ്കിൽ അവനെ പിടിക്കാനായിട്ട് അവന്റെ നേർക്ക് പറന്നു വരും. പക്ഷെ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടി തിരിഞ്ഞു പോകും. ആ സമയത്ത് അഷിട്ടോ ആണെങ്കിൽ ഒരു ആസിഡ് പ്രൊട്ടക്ടിങ് ബേസ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ടോഡ്രോക്കയും കച്ചാപ്പയ്യനും അവിടെ കയറിയിരിക്കും. ഡാർക്ക് ഷാഡോ ആണെങ്കിൽ നല്ല സ്പീഡിൽ അത് പുള്ളി ചെയ്യും. ആണെങ്കിൽ മുകളിലേക്ക് കുതിക്കും. ആ സമയം ടോഡ്രോക്കെ ആണെങ്കിൽ ഫയർ പവർ ഉപയോഗിച്ച് മുകളിലേക്ക് അങ്ങനെ കുതിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഉറാറൊക്കെ ആണെങ്കിൽ ഗ്രാവിറ്റി അത് 0 ആക്കുമ്പോൾ അവരുടെ ഫോഴ്സ് കൂടി മുകളിലേക്ക് പോകും. അതിനുശേഷം ഹെൽപ്പിനായിട്ട് ഇപ്പൊ കച്ചാപ്പയ്യനും അവരോടൊപ്പം ചേരും. അവന്റെ ബ്ലാസ്റ്റ് പവർ ഉപയോഗിച്ച് കുറച്ചുകൂടെ ഫോഴ്സിൽ മുകളിലേക്ക് പോകും. പിന്നീട് ലിഡയാണെങ്കിൽ അവന്റെ പവറും
ഇപ്പോൾ അവർക്ക് സഹായത്തിനായിട്ട് കൊടുക്കുകയാണ്. താഴെ എല്ലാവരും ഇസുക്ക് പയ്യനെ ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങളെല്ലാവരും നിന്നോടൊപ്പം ഉണ്ടെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ലിഡയാണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ലിഡയുടെ ഒരു ആഗ്രഹമാണ് ഇസുക്ക് പയ്യനെ അവനെ തോൽപ്പിക്കണമെന്ന്. കാരണം എപ്പോഴും അവൻ ലിഡയെ കഴിഞ്ഞ് ഒരു പടി മുൻപിൽ തന്നെയാണ്. ഇത്തവണ അവൻ ഹീറോയെ പിടിച്ചു കഴിഞ്ഞു. ഹീറോ ആണെങ്കിൽ ലിഡയോട് പറയും, ദയവ് ചെയ്ത് എന്റെ കൈവിട്, എനിക്ക് ഇപ്പൊ പോയേ പറ്റൂ. അതിന് ലിഡ പറയും, നിന്നെ പോലെ ഞാനും ഒരു സൂപ്പർ ഹീറോ ആണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. അത് കേട്ട് അവന് സങ്കടം വരും. അവൻ വീണ്ടും ശക്തി സംഭരിച്ച് കൈ അങ്ങനെ കുതറി മാറ്റി മുൻപോട്ടേക്ക് കുതിക്കാൻ ശ്രമിക്കും. മൊത്തത്തില് ലിഡയുടെ കൈ അത് വിട്ടുപോകും. സീറോ ഗ്രാവിറ്റി ആയതുകൊണ്ട് തന്നെ അവനിപ്പോ നല്ല സ്പീഡിൽ വരികയാണ്. അവന്റെ തൊട്ടു പിന്നാലെ കൺട്രോൾ പോയ ഇസുക്കും ഇപ്പൊ താഴേക്ക് വരികയാണ്. കരീഷ്മയാണെങ്കിൽ ആ ഗ്യാപ്പിൽ മുകളിലേക്ക് വന്ന് അവർ രണ്ടുപേരെയും ക്യാച്ച് ചെയ്യും. ഉടനെ എല്ലാവരും അവന് ചുറ്റും റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. സത്യത്തിൽ ഇസുക്ക് പയ്യന് തുടക്കത്തിൽ പവറൊന്നും ഇല്ലായിരുന്നുവെങ്കിലും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും കൂടെ നിൽക്കാനും അവൻ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. സോ അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ ഹീറോയോട് പറയും, വായോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് US സ്കൂളിലേക്ക് പോവാം, വരുന്ന പ്രതിസന്ധി അതെന്താണെങ്കിലും ഒരുമിച്ച് നേരിടാം. വീണ്ടും പറയും, ആ ഒരു ആൽഫാർ വണ്ണിന്റെ ലക്ഷ്യം എന്നെയും എൻ്റെ ഉള്ളിലെ ആ 1/4 പവറുമാണ്. ഞാൻ അവിടേക്ക് വന്ന അതെല്ലാവർക്കും ഒരു പ്രശ്നമായി തീരും. അതിന് കച്ചാപ്പയ്യും പറയും, ഡാബുറ അവൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? അതായത് നീ മാത്രമല്ല സൂപ്പർ ഹീറോസ്, ഞങ്ങളെല്ലാവരും സൂപ്പർ ഹീറോസ് തന്നെയാണ്. ഒറ്റയ്ക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നീ ചിന്തിക്കാനായിട്ട് പാടില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ചെറിയ പ്രായം മുതലേ കച്ചാപ്പയ്യനും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും, അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. US സ്കൂളിൽ പോയ സമയത്ത് പോലും കച്ചാപ്പയ്യനാണെങ്കിൽ ഹീറോ അവൻ മുന്നേറാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ദിവസങ്ങൾ പോകെ പോകെ നമ്മുടെ ഹീറോയുടെ പവർ അതങ്ങനെ കൂടി വന്നു. കച്ചാപ്പയ്യനാണെങ്കിൽ അതിൽ ഒരുപാട് അത്ഭുതവും അതിശയവും ഒക്കെ തോന്നി കാണിക്കും. അവനാണെങ്കിൽ ഹീറോയോട് മാപ്പ് പറയും, ഞാൻ ഇത്രയും കാലവും ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം, നീ എന്നോട് ക്ഷമിക്കണം. 1/4 പവർ കിട്ടിയതിന് ശേഷം പോലും നീ അതിന്റെ യാതൊരു അഹങ്കാരവും ആരോട് കാണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നീ മനസ്സിലാക്കണം, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് നിന്നെപ്പോലെ ഞങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിന് നീ ഞങ്ങളെ അനുവദിച്ചേ പറ്റൂ. നീ ഇപ്പോ എന്നെ കഴിഞ്ഞും ഒരുപാട് മുകളിലെത്തി. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നോട് റെസ്പെക്റ്റ് ആണെന്ന് പറയും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് അങ്ങനെ ബോധം കെട്ട് താഴേക്ക് വീഴും. കച്ചപ്പയ്യനാണെങ്കിൽ ഇപ്പം വീഴുമ്പോഴേക്കും അവനെ ക്യാച്ച് ചെയ്യാണ്. അതിനുശേഷം അവരെല്ലാവരും ചേർന്ന് അവനെ തൂക്കിയെടുത്ത് US സ്കൂളിലേക്ക് കൊണ്ടുപോകും. ഇതാ ഇപ്പൊ US സ്കൂള് കാണിക്കും. സ്കൂളിന് ചുറ്റും ആ ഒരു പുതിയ ഇരുമ്പ് വാള് അതങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് തകർത്ത് വില്ലന്മാർക്ക് അകത്തേക്ക് വരിക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ മെയിൻ ഡോറിന് മുൻപിലേക്ക് വരും അകത്തേക്ക് കടക്കാനായിട്ട്. അപ്പോഴായിരിക്കും അകത്തു നിന്ന് വലിയൊരു പ്രക്ഷോഭത്തിന്റെ ശബ്ദം അവർ കേൾക്കുക. അവിടെയുള്ള സിവിലിയൻസ് അവരാരും തന്നെ ഇവിടെ ഹീറോ ഇസുക്ക് പയ്യനെ അകത്തേക്ക് കയറ്റാനായിട്ട് തയ്യാറാവുന്നില്ല. ആ മെയിൻ വില്ലന്മാര് ഇസുക്ക് ഇവിടെ ഉണ്ടെന്നറിഞ്ഞ അവിടെ ആക്രമിക്കും. അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞ് അവർ ശബ്ദം ഉണ്ടാക്കും. പ്രിൻസിപ്പൾ ആണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും തന്നെ അവർ കേൾക്കില്ല. ഓൾറെഡി ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോ അവരെല്ലാവരും അവനെ എതിർക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നിയ ഹീറോ ആണെങ്കിൽ പതിയെ അങ്ങനെ തിരിഞ്ഞു നടക്കുകയാണ്. ഉടനെ ഉറാറൊക്കെ ആണെങ്കിൽ അവന്റെ കയ്യിൽ കയറി പിടിക്കും. ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് സൂപ്പർ ഹീറോസിന്റെ ജോലി. അതുപോലെ തന്നെ സൂപ്പർ ഹീറോസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും സൂപ്പർ ഹീറോസ് തന്നെയാണെന്ന് പറഞ്ഞ് ഹീറോയുടെ കൈ പിടിച്ച് അവരകത്തേക്ക് പോകുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.